നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലക്ഷക്കണക്കിന് ഭക്തഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ പോലീസിനെ ഉപയോഗിച്ച് സർക്കാർ നടത്തിയ ഗൂഢാലോചനയാണെന്ന് കേരള ധർമാചാര്യ സഭ സംസ്ഥാന ചെയർമാൻ സ്വാമി ചിദാനന്ദ പൂരിയും ജനറൽ സെക്രട്ടറി മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിയും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. പൂരത്തിന്റെ മടത്തിൽ വരവ് പോലീസ് തടഞ്ഞതും നടുവിലാലിന് സമീപം ഭക്തരെ തല്ലിച്ചതച്ചതും തികച്ചും ആസൂത്രിതമാണ്. ചരിത്രത്തിലാദ്യമായാണ് തൃശൂർ പൂരം ഇഴക്കി വെച്ച് നിർത്തേണ്ടി വന്നത്. അക്രമത്തിനും എഴുന്നള്ളിപ്പ് തടയുന്നതിനും നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി രക്ഷപ്പെടാനുള്ള സർക്കാരിന്റെ ഗൂഢതന്ത്രം ഭക്തർ തിരിച്ചറിയണം. സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് പ്രഖ്യാപിക്കുകയും ഹിന്ദു ദൈവങ്ങൾ മിത്താണെന്ന് അധിക്ഷേപിക്കുകയും ചെയ്ത് ക്ഷേത്രങ്ങളെ നശിപ്പിക്കാൻ കച്ചകെട്ടിയിറങ്ങിയ രാഷ്ട്രീയക്കാർ തന്നെയാണ് ഇതിന് ഉത്തരവാദികൾ. ആചാരലംഘനം നടത്തിയ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചതിന്റെ തുടർച്ചയായി മാത്രമേ ഇതിനെയും കാണാനാകൂ. തൃശൂർ പൂരം പ്രദർശന നഗരിയുടെ വാടക 40 ലക്ഷത്തിൽ നിന്നും 2 കോടി രൂപയാക്കി വർദ്ധിപ്പിച്ചാണ് സർക്കാർ നിയന്ത്രണത്തിലുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡ് പൂരത്തിനെതിരെ തിരിഞ്ഞത്. ഇത്രയും വാടക നൽകിയാൽ പൂരം നടത്താനാവില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഭക്തജനങ്ങളുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ തൃശൂർ പൂരം നിർത്തലാക്കാൻ ശ്രമിച്ചത്. ക്ഷേത്ര പദ്ധതിയെ ഇല്ലാതാക്കി ഹൈന്ദവ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും തകർക്കാനുള്ള ഇത്തരം നടപടികൾ പ്രതിഷേധാർഹമാണെന്നും കേരള ധർമാചാര്യ സഭ പറഞ്ഞു.